ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം വാഴ്വതേക്കാളെത്ര മോഹം. ആരാധന ആയിരം ആരാധന. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി അല്പസമയം ഇരിക്കാൻ സ്വർഗം തന്ന ഈ വലിയ സന്തോഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ 365 ദിനങ്ങൾ ഒരോട്ടം പൂർത്തിയാക്കി കർത്താവെ അങ്ങേ മുമ്പിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളുമായി അല്പസമയം ഓർമ്മകളിലേക്ക് കടന്നു വരികയാണ്. നേടിയെടുത്തത് ഏറെ ഉണ്ടെങ്കിലും ഒരുപാട് നഷ്ടങ്ങളുടെ കഥയും ഞങ്ങൾക്ക് ഓർത്തെടുക്കാനുണ്ട്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ നിന്റെ കരത്തിൽ മുറുകെ പിടിച്ച് ഒരു യാത്ര ആരംഭിച്ചതാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ സംരക്ഷണത്തിൽ ഒരു വർഷക്കാലം ആരംഭം കുറിക്കാൻ ആഗ്രഹിച്ച് ഇവിടെ തുടങ്ങിയതാണ്. കർത്താവെ, ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ 2026 ജനുവരി 1 പുതിയ വർഷം പിറക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് വീണ്ടും ആരംഭം കുറിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങേ സന്നിധിയിൽ നിന്ന് ആരംഭം കുറിക്കുന്നതൊന്നും പാഴാകില്ല, വൃഥാവില്ലാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. തമ്പുരാനെ, പലയിടങ്ങളിലായിരുന്നുകൊണ്ട്, പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട്, കർത്താവെ, പല സ്ഥലങ്ങളിൽ ജോലിയുടെ ഇടയിലൊക്കെ ആയിരുന്നുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ പല രാജ്യങ്ങളിലായിരുന്നുകൊണ്ട് ഇപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ മിഴികൾ ജീവിതം സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളൊന്ന് സ്തുതിക്കട്ടെ. ഒരു സ്തുതിയുടെ ശബ്ദം സ്വർഗം കേൾക്കണമേ. ഈ പുതിയ വർഷത്തിന്റെ ആരംഭം ഞങ്ങൾ അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഹൃദയം തുറന്നാണ് സ്തുതിക്കുന്നത്. അങ്ങേക്ക് ഈ സ്തുതി കരയറ്റുമ്പോൾ സ്വർഗമേ ഞങ്ങളെ ചേർത്ത് വെക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ
ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, ഞങ്ങളുടെ എല്ലാ പ്രത്യാശയും, ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് ഫലമേൽപ്പിച്ച് പുതിയ വർഷം ആരംഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവേ, അങ്ങേ മുമ്പിലാണ് സമർപ്പിക്കുന്നത്. ദൈവകരങ്ങൾ സുരക്ഷിതമായ കരത്തിൽ ഫലമേൽപ്പിച്ച് കർത്താവെ, ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ആരംഭം കുറിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കട്ടെ. അപ്പൊ ഞങ്ങൾ സ്തുതികൾ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും കരങ്ങൾ ഫലമേൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ മനസ്സുകളും എല്ലാ ഹൃദയങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് ജീവിതം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ, സ്നേഹത്തോടെ സ്തുതിക്കട്ടെ, ഒത്തിരി ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ. നിന്റെ വലിയ കൃപ എനിക്ക് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മനസ്സുകളും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് പറയട്ടെ. 10 പേർ കേൾക്കുന്ന അത്രയും ഉച്ചത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് ചങ്കുപൊട്ടി ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുനാമത്തിന്റെ ശക്തി തിരിച്ചറിയട്ടെ. ഒരു വർഷക്കാലം ജീവിക്കാനുള്ള ഊർജം പ്രാപിക്കുന്ന മണിക്കൂറാണിത്. ഇതൊരു ആരംഭത്തിന്റെ സമയമാണ്. ഈ ശക്തി ശാന്തി ചെയ്യപ്പെടുന്ന മണിക്കൂറാണ്. കൃപയാർജിക്കുന്ന സമയമാണ്. സ്വർഗം നിന്നെ മുദ്രയിടുന്ന മണിക്കൂറാണ്. നിന്റെ ജീവിതങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ഭാരങ്ങളെ സ്വർഗം ആശീർവദിക്കുന്ന സമയമാണ്. ഈ സകല ശക്തിയുടെ ഉറവിടമായ ദിവ്യകാരുണ്യത്തിൽ നിന്നും നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക്, ജീവിത അവസ്ഥകളിലേക്ക്, നിന്റെ വിഷയങ്ങളിലേക്ക് സ്വർഗമേ കരുണയിറക്കണമേ. ചേർത്ത് പിടിക്കുന്ന നന്ദി, നന്ദി, നന്ദി ദൈവമേ, നന്ദി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ സ്വർഗം ചേർത്ത് പിടിച്ച ഒരുപാട് ഓർമ്മകൾ കടന്നു വരുന്ന ഈശോയെ, കുറവുകളേറെ ഉണ്ടായിരുന്നിട്ടും പോരായ്മകളേറെ ഉണ്ടായിരുന്നിട്ടും അങ്ങിൽ നിന്നും അകലെ നിന്ന് ജീവിതത്തെ നയിച്ച മണിക്കൂറുകളൊക്കെ കർത്താവേ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ ചേർത്ത് പിടിക്കുന്നല്ലോ ഈശോയെ. എന്റെ ജീവിതത്തിലേക്ക് നോക്കി എന്റെ പ്രവൃത്തികൾക്ക് തക്കതുപോലെ എന്നോട് പെരുമാറാതെ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്നത് ഈശോയെ എന്ത് കണ്ടിട്ടാണ്? അത്ര നന്ദിയൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല ഈശോയെ. ഒരുപാട് വീണ അനുഭവങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അതിലേറെ സ്നേഹിച്ച് കരുതിയ ഈശോയെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ സ്നേഹിച്ച ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കുറവുകളേറെ ഉണ്ടായിരുന്നിട്ടും
പോരായ്മകൾ ഏറെ ഉണ്ടായിരുന്നിട്ടും ഈശോയെ എന്നെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് നന്ദി ഈശോയെ. ഔദാര്യം എന്ന വാക്ക് എത്ര സത്യമാണ് എൻ്റെ ജീവിതത്തിൽ. ഔദാര്യത്തോടെ എന്നെ ചേർത്ത് പിടിച്ചത് ഈ സ്നേഹമാണ് ഈശോയെ. ദൂർത്തപുത്രനെ പോലെ കർത്താവെ എല്ലാ ലോകത്തിന്റെ അനുഭവങ്ങളിലേക്കും ഞങ്ങൾ കടന്നുപോയി. അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. എങ്കിലും ഒരു വഴിക്കണ്ണുമായി കാത്തിരിക്കാൻ കർത്താവെ നീ ഉണ്ട് എന്നത് ജീവിതത്തിന്റെ ബലവും കരുത്തുമായി മുമ്പോഴൊക്കെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. കർത്താവെ ആ സ്നേഹം അനുഭവിച്ച് മടക്കുക. കർത്താവെ ഞങ്ങളെ കാത്തിരുന്നതിനെ ഓർത്ത്, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഒരുപാട് പോരായ്മകൾ മക്കളെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. എന്നിട്ട് ഇത്രയും സ്നേഹം സ്വർഗം എനിക്ക് തന്നതിന്റെ അർത്ഥം ഒന്നു മാത്രമാണ്, നിന്നെ ദൈവത്തിന് ഇഷ്ടമാണ് എന്നത് മാത്രം. എന്നെ ദൈവത്തിന് വേണം എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. പോരായ്മകൾ നോക്കി നിന്നെ മാറ്റി നിർത്താൻ ദൈവത്തിന് ഇഷ്ടമില്ല. ചേർത്ത് നിർത്തുകയാണ്, നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്, നിന്റെ കുറവുകളെ മറക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് വിശ്വസിക്കാമോ? ഈ മണിക്കൂറിൽ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. നിന്നെ ജീവിതത്തിന്റെ പോരായ്മകളെ, വീണാനുഭവങ്ങളെ, കെട്ട ജീവിതത്തിന്റെ മണിക്കൂറുകളൊക്കെ സ്വർഗം മറന്ന് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗം നിന്നെ ചേർത്ത് പിടിക്കുക. മക്കളെ, എല്ലാ കുറവുകളോടെ ചേർത്ത് പിടിക്കാൻ ദൈവത്തോളം മറ്റൊരാളില്ല എന്ന് മനസ്സിലാക്കുക. കൂടെ കാണുമെന്ന് പറയുന്നവർ ജീവിതത്തിന്റെ ചില യാമങ്ങളിൽ നിന്നെ ഇട്ടിട്ട് പോകും, ബലപ്പെടുത്തും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും കൂടെ കാണുമെന്ന് വിശ്വസിച്ചുറപ്പിച്ചവർ പലരും ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? എന്നെ ഇത്രയും കരുതുന്നതിനെ ഓർത്ത്, സ്നേഹിക്കുന്നതിനെ ഓർത്ത് തിരിച്ചു തരണമൊന്നുമില്ല. വിളിക്കാൻ ഇത്രയും സ്നേഹത്തോടെ ദൈവം ചേർത്ത് പിടിച്ച് അപ്പാ, സ്നേഹിക്കുന്ന അപ്പാ, സർവശക്തനും ആയ കർത്താവേ, രാജാവേ, മഹത്വം കുഞ്ഞാടേ, ആരാധന ദൈവമേ, ദൈവമേ, മഹത്വം. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നോക്കി സ്തോത്രം പാടി പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, സ്തോത്രം, സ്തുതികൾ വരട്ടെ. ദൈവമേ, മഹത്വം, ദൈവമേ, ആരാധന, ദൈവമേ, ആരാധന. ആയിരുന്നവർ, ആയിരിക്കുന്നവർ, വരുവാനിരിക്കുന്നവർ, സർവശക്തനും ആയ കർത്താവേ, സ്തോത്രം, രാജാവേ, മഹത്വം, കുഞ്ഞാടേ, ആരാധന. ആയിരുന്നവർ, ആയിരിക്കുന്നവർ, വരുവാനിരിക്കുന്നവർ, സർവശക്തനായ കർത്താവേ, സ്തോത്രം, രാജാവേ, മഹത്വം, കുഞ്ഞാടേ, ആരാധന. ആയിരിക്കുന്നവർ, വരുവാനിരിക്കുന്നവർ, സർവശക്തനും അഭിഷേകത്തിന്റെ സമയം
ഉണർവിന്റെ സമയം, പുതിയ വർഷത്തിന്റെ കൃപയാചിക്കുന്ന സമയം. നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക്, നിന്നെ പിന്മാറ്റുന്ന സകല വിഷയങ്ങളിലേക്ക്, നിന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ് നീ പിന്മാറുന്ന സകല വിഷയങ്ങളിലേക്ക് സ്വർഗം നിന്റെ മുൻപന്തിയിലെത്തിക്കും. നിന്റെ സ്വർഗത്തിന് പുതിയ കൃപയ്ക്കായി നിന്നെ ഒരുക്കുകയാണ്. അപ്പൊ കൃപ ഒരുക്കട്ടെ. ഈ സമയത്ത് കൃപയുടെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ. എല്ലാ മക്കളിലേക്കും കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. തളർന്ന അനുഭവങ്ങളിലേക്ക്, കെട്ട ജീവിതങ്ങളിലേക്ക്, ഒരു ഉണർവില്ല, ഉത്ഥാനമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന വിഷയങ്ങളിലേക്ക് സ്വർഗം നിന്നെ തൊട്ട് എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ രോഗാവസ്ഥകളിലേക്ക് സ്വർഗം കൃപകൾ ഒഴുക്കി തരുന്ന കൃപ ഒഴുകി ഇറങ്ങട്ടെ, കൃപ ഒഴുകി ഇറങ്ങട്ടെ, കൃപ ഒഴുകി ഇറങ്ങട്ടെ. വിശ്വസിക്കും മക്കളെ, വിശ്വസിക്കുക. ദിവ്യകാരുണ്യത്തിൽ, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ അതേ സാന്നിധ്യമുണ്ട്. ഈശോ നിന്നെ തൊടുന്നുണ്ട്, ഈശോ നിന്നെ ബലപ്പെടുത്തുന്നുണ്ട്. നിന്നിലേക്ക് കൃപ തന്ന സ്വർഗത്തിനെ സ്വന്തമാക്കുന്നുണ്ട്. എല്ലാ മക്കളും കൈകളെ ആചാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഈശോയെ 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 എന്ന് സ്തുതിക്കട്ടെ. മകനെ മകളെ വിശ്വസിക്കുക. സുദിനമാണ്. ഒന്നിന്ന് ആരംഭിക്കാൻ, നന്നായി ആരംഭിക്കാൻ സ്വർഗം ഒരു മണിക്കൂർ തരികയാണ്. അലസമ കളയരുത്. ദൈവത്തെ വിളിച്ച് ആരംഭിക്കുക, ഈശോയെ വിളിച്ച് ആരംഭിക്കുക. ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങളെ പാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങളെ പാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങളെ കർത്താവേ, നീ ആശീർവാദം സ്വീകരിക്കുന്ന ഈ മണിക്കൂർ കർത്താവേ അഭിഷേകത്തിന്റെ മണിക്കൂറാക്കി തന്നവെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മുമ്പിൽ ഇനി എന്ത് സംഭവിക്കും, ഈ വർഷക്കാലം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആകുലതകളുണ്ട്, ചിന്തകളെ അലട്ടുന്നുണ്ട്. എങ്കിലും ഒരു പ്രത്യാശയുണ്ട്, എന്റെ ദൈവം എനിക്ക് മതിയായവനാണ് എന്ന്. കർത്താവേ, നീ എന്നെ വഴി നടത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. കർത്താവേ, നീയാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ കുറവുകളെ അറിയിക്കാതെ, പോരായ്മകളെ അറിയിക്കാതെ, സങ്കടങ്ങളെ അറിയിക്കാതെ എന്നെ ബലപ്പെടുത്താൻ കർത്തനുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ അവൻ എന്നെ കാത്തിരിപ്പുണ്ട്. അതാ എന്നെ അനുഗ്രഹിക്കാനായി ആ കർത്തൻ എഴുന്നള്ളി വരികയാണ്. കർത്താവെ, നീ എന്നെ അനുഗ്രഹിക്കാനായി കടന്നു വരുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഇടയനായി
എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുനഃപ്രതിഷ്ഠ നടത്തുകയാണ്. എന്റെ ജീവിതത്തിന്റെ ഒത്ത നടുക്ക് ഈ ദിവ്യകാരുണ്യത്തിന്റെ വലിയ ശക്തി ഉണ്ടാകും. അതാവേ, ഒന്നിനും എന്നെ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ സർവശക്തൻ ഇത് ദിവ്യകാരുണ്യത്തിൽ ഉണ്ടെങ്കിൽ എന്റെ ജീവിതം ശക്തി പ്രാപിക്കും, കൃപ പ്രാപിക്കുമെന്ന് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ മണിക്കൂറിൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തട്ടെ. നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ചുങ്കപൊട്ടി ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവൻ കാണുന്നില്ല, സേവിച്ചിടും ഞാൻ സർവ്വവുമാ. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളെ തൊടാതെ പോകരുത് യേശുവേ. എന്നെ മുദ്രയിടുകയാണ്. വർഷക്കാലം ജീവിക്കാനുള്ള സകല കൃപകളും പുറപ്പെടുന്ന ഒരു മണിക്കൂറാണ്. സ്വർഗ്ഗം നിന്നെ സ്പർശിച്ച് കടന്നു പോവുകയും എല്ലാ മക്കളും വിശ്വാസത്തോടെ ഈ ആശീർവാദം സ്വീകരിക്കണം. വിശ്വാസത്തോടെ നിന്റെ രോഗാവസ്ഥയിലേക്ക്, നിന്റെ പ്രയാസങ്ങളിലേക്ക്, കടഭാരങ്ങളിലേക്ക്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലേക്കും, നിയമങ്ങളിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ആൾക്കാരെ ഒഴുകിയിറങ്ങുന്ന കൃപ നിന്റെ മുദ്രയിട്ട് ആരാധന സ്തുതി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി